വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എന്താ രഹസ്യം വല്ലതും ആണോ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം രഹസ്യമൊന്നുമില്ല, പരസ്യം തന്നെയാണ്. പക്ഷേ അത് പരസ്യമാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അന്നത്തെ പോലെ ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ഓട്ടോയിലേക്ക് നോക്കിയിട്ട് പിന്നെ പക്ഷേ അന്ന് പോയതുപോലെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനി ഓർക്കുന്നത് ലോറിയിലേക്ക് വിഷ്ണു ആണെങ്കിൽ ശാലിനി എടുത്ത് കയറ്റിയല്ലോ എന്ന് പറഞ്ഞ് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല അന്ന് ലോറിയിലല്ലേ പോയതെന്ന്, എന്താ ഓട്ടോയിൽ പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല അന്നത്തെ പോലെ എന്ന് പറയുമ്പോൾ എടുത്തു കയറ്റാനൊന്നും പറ്റില്ലല്ലോ എന്ന് ശാലിനി ഇങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല, ഇതിലെങ്ങോട്ട് കയറിയാൽ മതി, പോകാൻ താൻ കയറി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ പിടിച്ച് ഓട്ടോയ്ക്കകത്തേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം അമ്മയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി തിരിയുമ്പോൾ വിഷ്ണു സമ്മതിക്കുന്നില്ല. അമ്മയോടൊക്കെ ഫോൺ വിളിച്ച് പറയും, എന്തിനു ഇതിനൊരു അമ്മ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഓട്ടോയ്ക്കകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് വിഷ്ണു വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ അല്ല അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വരാമെന്ന് ശാലിനി പറയുമ്പോൾ അവിടെ മിണ്ടാതിരുന്നെന്നും പറഞ്ഞിട്ട് വിഷ്ണു ഓട്ടോ എടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് അവർ സന്തോഷത്തോടെ ചിരിച്ചും പറഞ്ഞും കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവർ ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇങ്ങനെ തിരകളെയൊക്കെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ശാലിനി അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം എന്താ ചിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല വിഷ്ണുവേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ട് ചിരിച്ചതാണെന്ന് പറയുന്നുണ്ട്. നല്ല ഈ സമയത്ത് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയം നട്ടപ്പാതിലേക്ക് ഇവിടെ വന്ന് കടൽ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് നിൽക്കുന്നു, ഇതിനൊക്കെ വട്ടം എന്നല്ലാതെ വേറെന്താ പറയുക എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വേറൊരു പേരും കൂടി പറയാം, ഭ്രാന്ത്. തന്നെയോടെ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടം തോന്നും, കടിച്ചു കീറാനുള്ള ഒരു സ്നേഹമുണ്ട്, അപ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നതും കാട്ടിക്കൂട്ടുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വയലൻ്റ് ആവത്തൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വയലൻ്റ് ആയാലും ദേ ഇങ്ങനെ ചേർന്ന് നിന്നിട്ടെന്ന് പറഞ്ഞ് ശാലിനിയെ മുഖത്തോട് മുന്നോക്കി നിർത്തുകയാണ്. എന്നിട്ട് ദേ ഇങ്ങനെ കണ്ണിൽ കണ്ണി നോക്കി നിൽക്കാം പിന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ മുഖം കൊണ്ട് വിഷ്ണു ശാലിനി അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ശാലിനി അങ്ങ് തള്ളി മാറ്റുകയാണ്. എന്നിട്ടും വിഷ്ണു പറയുകയാണ്, ജീവിതത്തിൽ ഒന്നും നേടാത്തവർക്ക് ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒന്ന് വിഷമിക്കുന്നുണ്ട്. ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ ആർക്കൊക്കെ വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടതോ ഇപ്പോൾ എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലിനിക്ക് വിഷമമാവുന്നുണ്ട്. ശാലിനി പറയുകയാണ്, അതിൽ വിഷ്ണുവേട്ടനെ ഞാൻ കുറ്റം പറയില്ല, അത് എൻ്റെ കൂടി തെറ്റാണ്, പല സാഹചര്യങ്ങളിലും ഒന്നിച്ച് കഴിയേണ്ടതൊക്കെ മറ്റാർക്കൊക്കെ വേണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ എത്തി എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിനെ പിടിച്ച് തള്ളുന്നുണ്ടല്ലോ. എന്നാൽ പറയുകയാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്, എന്നിട്ട് കോളേജ് കുമാരനാണെന്നാണ് ഭാവം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് വിഷ്ണു പറയുന്നുണ്ട്, താൻ 2 കുട്ടികളിൽ സത്യം മാത്രമേ നമ്മളോടൊപ്പം വന്നിട്ടുള്ളൂ, ഒരാളുടെ കാര്യം താൻ എനിക്കും തീരുമാനമൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി, സത്യാമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അതൊക്കെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് അറിയിക്കാമെന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പങ്കിടുന്നുണ്ട്. ശാലിനിയാണ് വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ വീണ്ടും പിന്നെ വിഷ്ണുവിൻ്റെ സങ്കടമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എങ്ങും എത്താതെ അവരിങ്ങനെ 2 സ്ഥലത്തായിട്ട് കഴിയുന്നു, ഇങ്ങനെ ചെറിയ സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ശാരി ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കാം, എന്തോരം വിഷമങ്ങൾക്കാണ്, രാജീവ് സാർ US എവിടെയോ പോയിരിക്കുകയാണ്, അന്നേരം ശാരി ചേച്ചി ഗർഭിണിയായി, പക്ഷേ അവർ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ശാലിനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്, അതെ ബാക്കിയുള്ളവരുടെ സങ്കടം പറഞ്ഞു തീർക്കാനല്ല ഞാൻ നട്ടപ്പാതിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, നമ്മുടെ സന്തോഷത്തിനാണെന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പോകാനാണോ സ്ഥലമില്ലാത്തത്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പിന്നെ തൻ്റെ തോളിൽ കൈയിട്ട് ഇങ്ങനെ ഈ കടലിലെ തിരകളെയൊക്കെ എണ്ണി ഇവരോടൊക്കെ കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നല്ല സാഹിത്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി തിരിച്ചു പറയുകയാണ്. അന്നേരം സാഹിത്യമൊക്കെ വരുന്നുണ്ട്. അത് മോഹൻലാലിൻ്റെ സിനിമയിലെ ഒരു ഡയലോഗ്, നമ്മൾ 2 പേരെയും പേര് ചേർത്ത് ഞാൻ പറയാം, ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരെതിർത്താലും ഈ ശാലിനി എന്ന സുന്ദരിയെ വിഷ്ണു എന്ന പോക്കിരി സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് വളരെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ഇനി നമുക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഈ രാത്രി മുഴുവൻ നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനിയും കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. 2 പേരും അങ്ങ് ചിരിക്കുന്നുണ്ട്, ആകെ സന്തോഷ നിമിഷങ്ങൾ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടിക്കൊണ്ടൊരു തട്ടുകടയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ചേട്ടാ 2 ദോശയും സെറ്റ് ദോശയും ഓംലേറ്റ് എന്ന് പറയുകയാണ്. അന്നേരം 2 പേർക്കും വേണമെന്നിങ്ങനെ ഇയാൾ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ പിന്നെ വിഷ്ണു പറയുകയാണ്, അതെ കളക്ടർ പാതിരാത്രി ഇങ്ങനെ ചുറ്റടിച്ച് നടക്കുന്നത് ആരും കാണണ്ട, തലയിലൊരു ഷോൾ ഇടാമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാളൊക്കെ സന്തോഷം വിഷ്ണുവേട്ടൻ്റെ തോളിൽ ഇങ്ങനെ ചാരി കിടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ശാലിനി ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ട്. അന്നേരം ഈ ദോശകൾ
കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതെന്ത് അയാൾ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് പിടിച്ചൊക്കെ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരെണ്ണം കൂടി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം തനിക്ക് കൊണ്ടുവച്ചതിൽ നിന്നും വിഷ്ണു ആണെങ്കിൽ ശാലിനിക്ക് വിഷ്ണു എടുത്ത് കഴിച്ചിട്ട് പിന്നീട് ശാലിനിയുടെ വായിലേക്ക് വയ്ക്കുകയാണ്. അന്നേരവും ഇയാളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവരുടേതായ രീതിയിൽ ആ സന്തോഷം കണ്ടെത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പിന്നീട് വിഷ്ണുവിന് ശാലിനി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കുമ്പോൾ കൈ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പിടിച്ചങ്ങ് വായിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം കുറേ സമയം അവർ അവിടെ ചിലവഴിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടി തിരികെ കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശാലിനി ചോദിക്കുകയാണ്, അതെ ഓട്ടോ ഡ്രൈവറെ, ഇനി എന്നാണ് എന്നെ വീണ്ടും കറങ്ങാൻ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഓട്ടോ ഡ്രൈവറോ, അതൊക്കെ മാറാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അതെന്താ ഞാൻ അറിയാതെ വല്ല ലോട്ടറി അടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് കിട്ടിയ ലോട്ടറിയും കൊണ്ട് ഞാനിപ്പോൾ ഉലകം ചുറ്റി വന്നതല്ലേ ഉള്ളൂ, എനിക്ക് നീ എല്ലേടി കിട്ടിയ ബമ്പർ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കവിളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നത്, എടിയെന്നോ, ഞാനാണെങ്കിലേ ജില്ല ഭരിക്കുന്ന കളക്ടറാണെന്ന് പറയുകയാണ്. അങ്ങനെ വിഷ്ണു പറയുകയാണ്, ഇനി ജില്ല മജിസ്ട്രേറ്റ് ആയാലും ശരി, ഭർത്താവിൻ്റെ മുന്നിൽ എന്നും ഭാര്യ തന്നെയാണ്, പെണ്ണെന്നും ഭാര്യ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വല്ലപ്പോഴും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതിന് എത്രയൊക്കെ പറഞ്ഞാലും സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കാനും പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികൾ നോക്കാനും കുടുംബം പരിപാലിച്ചു കൊണ്ട് പോകാനും അതിനാണ് സ്ത്രീകൾക്ക് നല്ല ക്ഷമയൊക്കെ കൊടുത്തിരിക്കുന്നത്. കുടുംബം നോക്കിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാമല്ലോ, അതൊക്കെ പഴയ കാലം, ഇതൊക്കെ മാറി മോനെ, ഇപ്പോഴത്തെ ആണെങ്കിൽ സ്ത്രീകൾ എല്ലാ കാര്യത്തിലും സമത്വമുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു മുന്നിട്ട് നിൽക്കുക തന്നെയാണ്, ബഹിരാകാശത്ത് വരെ പോകുന്നുണ്ട് മാസങ്ങളോളം, പിന്നീട് തെങ്ങിൽ വരെ കയറാൻ തുടങ്ങി. അപ്പോൾ ഒരു സുഹൃത്തായി കാണണമെന്നാണ് ഭാര്യ, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സമത്വം വേണം എന്നിങ്ങനെ പറയുകയാണ്. അതിന് വിഷ്ണു സമ്മതിച്ചു കൊടുക്കുന്നില്ല. വിഷ്ണു പറയുകയാണ്, ഭാര്യ എന്നും ഭാര്യ തന്നെയാണ്, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു തർക്കിക്കുന്നുണ്ട്. എന്നിട്ടും ശാലിനി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മതി ഇനിയാണെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം അങ്ങ് തിരിച്ചെടുത്തേന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തൊഴുത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, അതല്ല അപ്പോൾ ഭഗവതി പറഞ്ഞു വരുന്നത് സർക്കാർ ശമ്പളം മേടിക്കുന്ന ഭാര്യയ്ക്ക് സർക്കാർ ശമ്പളം മേടിക്കുന്ന ഭർത്താവ്, എങ്കിലല്ലേ സമത്വം ഉണ്ടാവുകയുള്ളൂ, എങ്കിൽ പിന്നെ ഞാനും ഒന്ന് എറിഞ്ഞു നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പത്മനാഭന്റെ പണം ഞാനും ഒന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അതെന്താ എനിക്ക് മനസ്സിലായില്ല, അതല്ല ഈ സർക്കാരിൻ്റെ ശമ്പളമേ എനിക്കിവിടെ കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി, കിട്ടത്തൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ശാലിനി ചോദിക്കുകയാണ്. ഞാനൊരു ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്, അത് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ, സർപ്രൈസൊക്കെ നാളെ രാവിലെയാണ്, ശേഷം വെള്ളിത്തിരയിൽ എന്നിങ്ങനെ കാണിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ എന്നാലും എന്നോട് പറയില്ലേ എന്നും പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ മുടക്കം നിൽക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനെ പോകാൻ സമ്മതിക്കാതെ. അന്നേരം അങ്ങോട്ട് മാറി നില്ലെന്ന് പറഞ്ഞിട്ട് ശാലിനി ആണെങ്കിൽ വിഷ്ണു ഇങ്ങനെ പൊക്കിയെടുത്ത് ഇപ്പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ നില്ല്, പിന്നെ എൻ്റെ ഓർമ്മ അതിൽ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇത് പിടിച്ചോ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കവിളിലേക്ക് ഒരു മുത്തം കൊടുക്കുകയാണ്. അത് ശാലിനി ഇങ്ങനെ അന്തം വിടുന്നുണ്ട്, പെട്ടെന്നൊരു ഷോക്ക് ആവുന്നുണ്ട് അത് കിട്ടുമ്പോൾ. എന്നിട്ട് ബാക്കി ഞാൻ രാത്രി സ്വപ്നത്തിൽ വരാമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുക്കുന്നുണ്ട്. എന്നാലും അത് പറയില്ലേ ചോദിക്കുമ്പോൾ ഇല്ല, അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം ശാലിനി ചിന്തിക്കുന്നുണ്ട്, എന്തായിരിക്കും അത് എന്നിങ്ങനെ ശാലിനി ചിന്തിച്ചിരിക്കുകയാണ്. തുടർന്ന് പിറ്റേന്നാണെങ്കിൽ സത്യഭാമയുടെയും രാഘവൻ നായരുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ പൊന്നി വരുന്നതും കാത്ത് നിൽക്കുകയാണ്. ഇവളെന്താ താമസിക്കുന്നത്, താമസിക്കുമെങ്കിൽ വിളിച്ചു പറഞ്ഞൂടെ എന്നൊക്കെ, ഇതൊക്കെ കൃത്യസ്ഥലത്ത് എത്തിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഓരോ കാര്യം കാണില്ലേ, പിന്നെ ഇങ്ങനെ ഒരാൾ എല്ലാത്തിനും കൂടെ നിൽക്കുന്നതിന് ഒരു ഭാഗ്യമാണ്, നിൻ്റെ ഈ ചാട്ടം ബഹളമൊന്നും അവളോട് കാണിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ പൊന്നിയാണ് ഗേറ്റ് കിടന്ന് വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെടരുത്, അവൾ കൂടെ നിൽക്കുന്നത് ഭാഗ്യമാണ്, അമ്മ അകറ്റി മാറ്റണ്ട എന്നൊക്കെ, ചാട്ടവും ദേഷ്യമൊന്നും കാണിക്കരുതെന്നൊക്കെ രാഘവൻ നായർ ഒന്നുകൂടി പറയുന്നുണ്ട്. അന്നേരം പൊന്നി ഇങ്ങോട്ട് വരുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, നീ എന്താ താമസിച്ചത്, ഇതൊക്കെ സമയത്ത് എത്തിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ വഴിക്ക് വെച്ചാണ് ശാന്തേച്ചിയെ കണ്ടതെന്ന് പറയുകയാണ്. അന്നേരം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശാരദാമ്മയുടെ കൂടെ കൂടിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെ, പക്ഷേ ശാന്തേച്ചിയാണ് കുട്ടികളുടെ കാര്യം പറഞ്ഞത്, കുട്ടികൾക്ക് അപകടമുണ്ടായ കാര്യം പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അപകടമൊന്നും പറഞ്ഞിട്ട് സത്യഭാമയും ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ അറിഞ്ഞില്ലായിരുന്നു, അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതിയത്, അവർ ആ ടൂറിന് പോയില്ലേ അന്നാണെങ്കിൽ ഈ കുട്ടികൾ രാത്രി ഒരു കുഴിയിലേക്ക് വീണു എന്ന് പറയുമ്പോൾ ഭാമയും രാഘവൻ നായർ ഇങ്ങനെ അന്തം വിടുകയാണ്. ഭാമയ്ക്ക് ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട്. രാഘവൻ നായർ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് പൊന്നി പറയുന്നത്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ആ കുട്ടികൾ വീഴുന്നതും രക്ഷിച്ചതൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്നാണ് രക്ഷിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, കണ്ടില്ലേ ഇവിടെയുള്ള പലരും ഇത് അറിഞ്ഞു കാണും
എന്നിങ്ങനെ രാഘവൻ നായരെ നോക്കി പറയുകയാണ്. രാഘവൻ നായർ അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല എന്നാണ് ഭാമ വിചാരിക്കുന്നത്. പിന്നെ കള്ളങ്ങൾ എത്ര മൂടി വെച്ചാലും അതങ്ങോട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, അതിനിപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവർ തങ്ങളുടെ ടൂറ് പോയതിന് നിനക്കെന്താ കുഴപ്പം? അവർ ഭാര്യയും ഭർത്താവും അല്ലേ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായല്ലേ, കുടുംബം നോക്കാനായിട്ട് ശേഷിയുള്ളവനല്ലേ വിഷ്ണു, അവനെങ്ങനെ പിന്നെ വീട്ടിൽ നിർത്തുകയല്ല, അവനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ തള്ളക്കോഴിയുടെ കാര്യം, നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സമയമാകുമ്പോൾ ഈ തള്ളക്കോഴിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അകറ്റി മാറ്റും. അതവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഒരു പക്വതയും ജീവിതമൊക്കെ കണ്ടെത്താനും വേണ്ടിയിട്ടാണ്. അതേപോലെയാണ് നിന്നോടും വിഷ്ണുവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം രാവിലെ എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കരുതെന്നൊക്കെ ഭാമ പറയുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ ജീവിതത്തിന് ഇഷ്ടപ്രകാരം വിടുക, വിഷ്ണുവിനെയും ശാലിനി ഇനിയെങ്കിലും ജീവിക്കാൻ വിടുക, നീ നിൻ്റെ വാശിയൊന്നും കൊണ്ട് നിൽക്കാതെ അവരെ വഴിക്ക് വിടുകയാണ് വേണ്ടത് എന്നൊക്കെ. വഴക്ക് കൂടിയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞില്ലേ, കുട്ടികൾക്ക് കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ രാഘവൻ നായർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്. ഭാമ പറയുന്നുണ്ട്, പൊന്നി നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഇനിയും കളരി പ്രസംഗം കേട്ടുകൊണ്ട് നിന്നാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ താമസിക്കും എന്ന് പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് പേഴ്സ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം പൊന്നി സാധനങ്ങളൊക്കെ വിഷോപ്പറൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ഒരു ടെൻഷനും ഉണ്ട്. രാഘവൻ നായർ ഇങ്ങനെ പൊന്നിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം സന്തോഷത്തോടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് മതി, ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ നിൽക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ അകത്തുനിന്ന് പേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ ഇറങ്ങുകയാണ്. തുടർന്ന് രാഘവൻ നായരോട് പറയുന്നുണ്ട്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളണം, പിന്നെ മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറക്കരുതെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ്. അന്നേരം പിള്ള ഇങ്ങോട്ട് വരും, അയാളെ വേറെ അങ്ങോട്ടും പറഞ്ഞു വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കളയല്ല എന്ന് പറയുമ്പോൾ വീണ്ടും രാഘവൻ നായർ ഇല്ലെന്ന് പറയുകയാണ്. അന്നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ വരുമ്പോൾ അതെല്ലാം അവിടെ ഇരിക്കുകയും ചെയ്യും, പിന്നെ താമസിച്ചേ വരത്തുള്ളൂ, താമസിച്ചല്ലേ ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ശരി ഞാൻ മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. തുടർന്ന് ഈ പൊന്നിയും ഭാമയും കൂടി അങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ ഇങ്ങനെ ചിന്തിക്കുന്നത്, കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, ടെൻഷൻ മാറി കുഴപ്പമൊന്നും കാണില്ല എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വിഷ്ണു ഇങ്ങനെ ഡ്രൈവറായിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലത്തുള്ളൂ. പിന്നീട് വിഷ്ണു ആണെങ്കിൽ ഈ രാഘവൻ നായരാണെങ്കിൽ കുട്ടികളുടെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷനായിട്ട് രാഘവൻ നായർ സ്കൂളിലേക്ക് പോകും ഈ കുട്ടികളെ കാണാനായിട്ട്. ആ സമയത്താണെങ്കിൽ വിഷ്ണു വിളിക്കാനായിട്ട് വരും ഈ കുട്ടികളെ. ആ ഒരു ഡ്രൈവർ വേഷത്തിൽ തന്നെയാണ് വിഷ്ണുവും കമലിനും കൂടിയാണ് ഈ കുട്ടികളെ വിളിക്കാനായിട്ട് വരുന്നത്. അന്നേരം ഈ അച്ഛൻ്റെ തങ്കക്കുടമല്ലേ എന്നിങ്ങനെ സത്യയോട് ഇങ്ങനെ സംസാരിക്കുന്നത് രാഘവൻ നായർ കേൾക്കും. അവിടെ സത്യ വിഷ്ണുവിൻ്റെ മകളാണ് എന്നുള്ള ആ ഒരു സത്യം രാഘവൻ നായർ തിരിച്ചറിയും. അന്നേരം മോളേന്നും പറഞ്ഞ് ഇങ്ങനെ സത്യയെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊരു പ്രൊമോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാഘവൻ നായർ കൂടി ആ ഒരു സത്യം തിരിച്ചറിയും, സത്യ വിഷ്ണുവിൻ്റെ മകളാണെന്നുള്ളത്. പപ്പിയുടെ കാര്യം പക്ഷേ അറിയില്ല എന്ന് തോന്നുന്നു, സത്യയുടെ കാര്യം അറിയും. അപ്പോൾ ഇനി ഭാമ കൂടി അറിയാനായിട്ട് ബാക്കിയുള്ളൂ, അതൊക്കെ വഴി അറിയും. ആ ഒരു നേഴ്സൊക്കെ ആ ഒരു ഡോക്ടറൊക്കെ എത്തുന്ന സീനൊക്കെ ഉണ്ട്, ധന്യ ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ വരും, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.